ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗൈസ് ഒരു ഇലക്ട്രിക് വണ്ടീനെ കുറിച്ചാണ്. ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷനെ കുറിച്ചാണ്. ഓടിച്ചൊരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോകുമ്പോ ഗൈസ് ലെറ്റ്സ് ഗോ. പിന്നെ എത്ര നാളെ വണ്ടി എടുത്തിട്ട്? ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 7 മാസം ആയിട്ടുള്ളൂ. അപ്പൊ അത്യാവശ്യം പുതിയതാണ് വണ്ടി. പുതിയ. അപ്പൊ എങ്ങനെയായിട്ടാ എടുത്തത്? EMI എനിക്ക് ഇല്ല റെഡി ക്യാഷ് ആണ്. റെഡി ക്യാഷ് ആണ്. അപ്പൊ ഏകദേശം റെഡി ക്യാഷ് ഇത് അന്ന് എടുത്തപ്പോ 3,80,000. 3,80,000. അതിൽ 50 രൂപ പ്രധാനമന്ത്രിയുടെ സബ്സിഡി കഴിഞ്ഞ് 3,30 കൊടുത്തു. അത്രേ കൊടുത്തുള്ളൂ. 3,30. പക്ഷെ ശരിക്കും 3,80,000 ഉണ്ട് അതിൽ സബ്സിഡി ഇതൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ട് ഇതിന്റെ റേഞ്ച്? റേഞ്ച് എനിക്ക് ആപ്പയുണ്ട്, TVS ഇതുണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാ വണ്ടിയും ഉണ്ട്. മറ്റു സ്കൂട്ടർ ഇതുണ്ട്, വാടക കൊടുത്തത്. അതിനെ സംബന്ധിച്ച് ഏറ്റവും ലാഭകരവും മെച്ചവും ഈ വണ്ടിയാണ്. അതായത് ഇപ്പോ ചാർജിങ്ങിന്റെ എങ്ങനെയാണ്? ചാർജിങ്ങിന് ഞാനൊരു മൊത്തം കമ്പനി പറഞ്ഞ 174 അത്രയും കിട്ടുന്നില്ല. ഒരു 165 കിട്ടും. 165 ഫുൾ ചാർജ്. ഫുൾ ചാർജിന് 165 റേഞ്ച് കിട്ടും. അതായത് ഒരു 50 രൂപക്ക് നമ്മൾ കറണ്ട് ചാർജ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1000 രൂപ പോകാം. 50 രൂപക്ക് ചാർജ് ചെയ്യണമെങ്കിൽ. അതായത് ചേട്ടൻ പറയുന്ന ഒരു 0 to 100, അതായത് ഫുൾ ചാർജ് 50 രൂപ വരുന്നുള്ളൂ. ഫുൾ ചാർജ് 100 രൂപയാണ് പറയണത്. ഞാൻ ഫുൾ ചാർജ് ഓടാറില്ല. 110 കിലോമീറ്ററാണ് ആകെ ഒരു ദിവസം ഓടുന്നത്. ആ ലെവലിലുള്ള റേറ്റ് എന്റെ ക്യാഷ് നോക്കാൻ നേരത്താണ് 1,100 രൂപ എങ്ങനെയൊക്കെ വരും. അപ്പൊ എങ്ങനെ വെച്ചാൽ ഒരു 1,050 എങ്ങനെയാലും നമുക്ക് ലാഭം കിട്ടും. ചേട്ടനെ ചാർജ് ചെയ്യണം? ഇപ്പൊ വീട്ടിൽ തന്നെയാണോ? ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ തന്നെയാണ്. വലിയ കുഴപ്പം വരില്ല. പക്ഷെ ഇന്നലത്തെ പേപ്പർ ന്യൂസിൽ എന്തോ ഒരു അഡീഷണൽ വരുമെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇലക്ട്രിക് ചാർജ് ചെയ്യും. അല്ലാണ്ട് ഇത് പുറത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം? പുറത്ത് ചാർജ് ചെയ്യാൻ സംവിധാനം ഉണ്ട്. അത് നമ്മള് ഫോണില് ആപ്പ് ലോഡ് ചെയ്യണം. ലോഡ് ചെയ്യണം. അതിനുശേഷം എമൗണ്ട് ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമ്മള് ഗൂഗിൾ പേ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചോദിച്ചോളൂ, ഇപ്പൊ പലരും ഇപ്പൊ പറയുന്നുണ്ടല്ലോ CNG ലാഭം എന്നൊക്കെ പറയുന്നത്. പക്ഷെ CNG എനിക്കുണ്ട്. CNGനെക്കാട്ടിയും മെച്ചമാണ് എന്നുള്ളതാണ് എന്റെ കണക്ക്. ഇലക്ട്രിക് ബജാജ് വണ്ടി മറ്റേ ആപ്പ് ഇത്രയും മൈലേജ് കിട്ടുന്നില്ല. അതായത് ഞാൻ അന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ ആപ്പയും പുതിയത് ഓടിച്ചു നോക്കി, ഈ വണ്ടി പുതിയത് ഓടിച്ചു നോക്കി. അന്ന് ആപ്പ നോക്കി 40 കിലോമീറ്റർ ഇലക്ട്രിക് തന്നെ. ഇവര് പറയണത് ബജാജിന്റെ ടീം പറഞ്ഞ 174 കിലോമീറ്റർ. 50,000 കുറവുള്ള സബ്സിഡി എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ 3,65,000 റെഡി ക്യാഷ് കൊടുക്കണം വണ്ടിക്ക്. പിന്നെ ചാർജ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വേണം. അതാണ് വീട്ടിൽ നമുക്ക് ഇപ്പൊ കയറി, അതായത് ഇപ്പൊ ഇതിന്റെ ചാർജർ ഇതിന്റെ ഒപ്പം ഉള്ളതല്ലേ? ചാർജർ ഇതിന്റെ ഒപ്പം ഉള്ള. അപ്പൊ അതിന്റെ വയറിന്റെ ഒക്കെ നീക്കം എങ്ങനെ ഉണ്ടാവും? വയറിന്റെ നീക്കം നമ്മൾ അഡീഷണലി വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. എക്സ്റ്റൻഷൻ ഏകദേശം ഒരു 4 മീറ്ററാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഇപ്പൊ അടുത്ത് തന്നെ എല്ലാവർക്കും സൗകര്യം ഉണ്ടാവും. എന്റെ വീടിന്റെ റോഡ് സൈഡ് തന്നെയാണ് എന്റെ വീട്. അപ്പൊ ഞാൻ ഇലക്ട്രീഷ്യൻ കൂടിയാണ്. അപ്പൊ ഞാൻ അഡീഷണൽ ആയിട്ട് മെയിൻ സ്വിച്ചിന്റെ അവിടെ നിന്ന് ഞാൻ എടുത്തേക്കാം. പുറത്തൊരു പവർ ആയിട്ട് എടുത്തേക്കാം. പവർ കണക്ഷൻ വേണം ഇത് ഉപയോഗിക്കാൻ. സാധാരണ പ്ലഗിൽ കുത്തിയ പ്ലഗ് കരിഞ്ഞു പോകും. അത് പറ്റൂല. സെപ്പറേറ്റ് ഒന്നില്ലെങ്കിൽ AC കണക്ഷനിൽ കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് മെയിൻ സ്വിച്ചിന്റെ സെപ്പറേറ്റ് കണക്ഷൻ എങ്കിലേ അത് പറ്റുള്ളൂ അല്ലെ? അപ്പൊ അത് നമ്മളിപ്പോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മള് KCB അറിയിക്കണം അവിടെ? അങ്ങനെ വല്ലതും വേണം? അപ്പൊ അങ്ങനെയൊന്നും വേണ്ട. അത് ഇതിന് സെപ്പറേറ്റ് വണ്ടിക്ക് കണക്ഷനും കൊടുക്കേണ്ടതാണ്. 15,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് നമ്മുടെ മുണ്ടമ്പേലിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാത്രം ഇത് കുത്താനുള്ള സൗകര്യം മാത്രം അതിന്റെ ഇതും മീറ്ററിന്റെ സാധാരണ രീതിയിലുള്ള വരുമെന്നൊക്കെ പറയണത്. ഞാൻ വീട്ടിൽ തന്നെ കുത്തുന്നത് വലിയ കുഴപ്പം വന്നിട്ടില്ല ഇതുവരെ. 7 മാസമല്ല. അപ്പൊ അത്യാവശ്യം ലാഭമാണ്. അപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ 2-3 ഓട്ടോറിക്ഷ വേറെ ഉണ്ട് വാടക കൊടുത്തേക്കണ. അപ്പൊ ആ വാടക കൊടുത്തേക്കണ വാടക ചേട്ടന് കിട്ടുന്നുണ്ടാവും. അതിനേക്കാളും ലാഭം ഇതായിരിക്കും അല്ലെ? ചേട്ടൻ നേരിട്ട് ഓടിക്കണതിന് ഒരു സുഖം എങ്ങനെയാണ്? ഓടിക്കണത് സുഖം തന്നെ ഈ വണ്ടി. അതായത് ഒച്ചപ്പാട് ബഹളം ഒന്നുമില്ല. സൗണ്ട് ഇല്ല. സൗണ്ട് ഇല്ല. പിന്നെ കട്ടകളും വലിയ കുഴപ്പമില്ല. വലിയ ടയറാണ് വണ്ടി. ചെറുതാണെങ്കിൽ വലിയ ടയർ. അപ്പൊ മാത്രമല്ല ഇപ്പൊ വലിയ ടയറാകുമ്പോ നമുക്ക് അത്യാവശ്യം ഇപ്പൊ കട്ടർ ഉണ്ടെങ്കിൽ അധികം ഉള്ളിലോട്ട് അറിയുന്നത് കുറവായിരിക്കും. പിന്നെ സീറ്റ് ആണെങ്കിൽ ഒരു കാറിലൊക്കെ ഇരിക്കണ പോലത്തെ സീറ്റാണ്. എല്ലാരും യാത്രക്കാർ കയറുന്നവരെല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞേക്കാം. ലോങ് യാത്രക്ക് വേണ്ടി എന്റെ നമ്പർ എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ ഒരു പുതിയ ആള് ഒരു ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ടുള്ള ഇതിനൊക്കെ ലൈസൻസ് ഒക്കെ
അയാൾക്ക് ഇങ്ങനെ ഒരു വണ്ടി ചേട്ടൻ സജസ്റ്റ് ചെയ്യും ചേട്ടന്റെ അഭിപ്രായത്തില്? ഞാൻ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് ചെയ്യാനുള്ള സൗകര്യം വേണം. ചാർജിങ്ങിന്റെ മെയിൻ ആയിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ റോഡിൽ ചാർജ് കഴിഞ്ഞാൽ ഫുൾ ചാർജ് 5 ഘട്ടക്ക് 3.5 മണിക്കൂറോളം വരും. ചാർജ് ചെയ്യാൻ 3.5 മണിക്കൂർ വരാറുള്ളൂ ഫുൾ ചാർജ്. 3.5 മണിക്കൂർ ഏകദേശം വരുവാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. മറ്റേതാകുമ്പോ ഇത് 110 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒതുക്കിയിട്ട് ചാർജും കുത്തിയിട്ടിട്ട് ഞാൻ കുളിയും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നേരത്തെ ഏകദേശം ഒരു 10 മണിയാകുമ്പോ നമുക്ക് റെഡിയാണ്. ഓ, അത് വളരെ ലാഭം. കാരണം ഞാൻ ഇലക്ട്രിക്കിന്റെ ഒരു സ്കൂട്ടർ ഉപയോഗിക്കണ്ടേ, ഒല്ലുന്നത് ഈ ഇരിക്കുന്ന സ്കൂട്ടർ, അതിന് പോലും ഇപ്പൊ 7 മണിക്കൂറൊക്കെ വേണം. അപ്പൊ ഇതൊരു 3.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ 3.25 മണിക്കൂറൊക്കെ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഓ, ഫുൾ ചാർജ് ചെയ്തില്ല, എന്നാലും ഫുൾ ചാർജ് ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ തന്നെ 4 മണിക്കൂർ മതിയാവില്ല. ഫുൾ ചാർജ് 0 to ഫുൾ ചാർജ് 0-ല് നമ്മൾ ആകിയതായിട്ട്. പിന്നെ ഇപ്പൊ ചേട്ടൻ 7 മാസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ആദ്യം എടുത്ത അത്രയും റേഞ്ച് ഇപ്പോഴും കിട്ടണ്ട, മീൻസ് ഈ ബാറ്ററി ഒക്കെ കുറച്ചാണ് കഴിയുമ്പോ ഇതിന്റെ കുറയും. ഇതേവരെ വണ്ടിക്ക് നല്ല ബാറ്ററിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇതിന്റെ വാറന്റി ഒക്കെ എങ്ങനെയായിട്ട്? വാറന്റി 3 വർഷത്തെ ഇതാണ് പറയണത്. ബാറ്ററിക്കും അതേപോലെ ചാർജറിനും അത്ര ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ചാർജറിന് ഞാൻ ചോദിച്ചിട്ടില്ല. ബാറ്ററിയുടെ നമുക്ക് ബാറ്ററിക്ക് 1 ലക്ഷം രൂപ മേലെ വരും മേടിക്കണമെങ്കിൽ. പക്ഷെ എന്നാലും നമ്മളിപ്പോ ഒരു 1-2 വർഷം അത്യാവശ്യം ഓട്ടോക്ക് ഇതൊക്കെ 2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കാശ് മുതലായി വണ്ടി മുതലായി. പിന്നെ കിട്ടുന്നതൊക്കെ ഒരു ലാഭം പോലെയാണ് വണ്ടി. ഇതാണ്. അപ്പൊ ഇതിപ്പോ CC എടുത്ത് മേടിക്കണം, അത് ചേട്ടൻ അറിയോ? അതിന്റെ അഭിപ്രായം എങ്ങനെയാണ്? CCനെ പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല, അത് അന്വേഷിച്ചിട്ടില്ല. എന്നാലും താമസം ഉണ്ടാവുമെന്ന്. എന്നാലും അത് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ 2 ആഴ്ചത്തെ താമസം വരും എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. 2 ആഴ്ച വണ്ടി കിട്ടാനായിട്ട്. അതായത് ലോൺ റെഡിയാക്കണം, പിന്നെ പേപ്പർ എല്ലാം ടെസ്റ്റ് ചെയ്ത് അവര് ഓൺ ദി റോഡിലാണ് നമുക്ക് ഈ പറഞ്ഞ പൈസ തരുന്നത്. അത് മനസ്സിലായി. അപ്പൊ നമ്മൾ CC എടുത്താലും അവര് നിശ്ചിത റേറ്റ് പറയും. ആ റേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൺ ദി റോഡിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ ടാക്സ്, പിന്നെ ലോൺ ശരിയാക്കണം. ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, മുദ്ര ലോൺ ആണെങ്കിൽ അത്. ഈ ലോണിലാണ് നമ്മൾ എടുക്കണമെങ്കിൽ, ഈ വണ്ടി എടുക്കണമെങ്കിൽ നമുക്ക് ആ സബ്സിഡി, ഇപ്പൊ സബ്സിഡി കുറച്ചെന്ന് പറഞ്ഞിട്ട് സബ്സിഡി ഇല്ലെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് പ്രധാനമന്ത്രി. പിന്നെ അത് മിക്കവർക്കൊക്കെ കിട്ടിയിട്ടില്ല. കേരള ഗവൺമെന്റിന്റെ ഇതിലൊരു 30 രൂപ ഉണ്ട്. അതിന്റെ പേപ്പറൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 3 മാസം എന്ന് പറഞ്ഞേക്കണേ. ഇപ്പൊ 7 മാസം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കേരള ഗവൺമെന്റ് സബ്സിഡി ഞാനും കേട്ടായിരുന്നു. കാരണം നമ്മൾ ഇലക്ട്രിക് ഇറങ്ങിയ സമയത്ത് പത്രവാർത്തയൊക്കെ ഉണ്ടായിരുന്നു, ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഒരു സബ്സിഡി കൊടുക്കണം. അത് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. ഓ, ഇപ്പൊ 7 മാസത്തോളമായി ഞാൻ കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞു. കിട്ടിയിട്ടില്ല. പിന്നെ ചേട്ടാ എങ്ങനെയുണ്ട് ഓവറോൾ നോക്കുമ്പോ? ഇപ്പൊ ഇത്രയും നാൾ ഉപയോഗിച്ചതിന് ചേട്ടന്റെ ഒരു എന്തെങ്കിലും പോരായ്മകള് ഞാൻ അതാ ഉദ്ദേശിക്കുന്നത്. ആൾക്കാർക്ക് അതാണ് ഞാൻ നോക്കിയിട്ട് ഈ വണ്ടിക്ക് വലിയ പോരായ്മ. പിന്നെ കൂടുതൽ മറ്റു വലിയ വണ്ടികളൊക്കെ ആ നേരത്ത് ഒരു 4 വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. പിന്നെ അത്യാവശ്യം സാധനങ്ങൾ കയറ്റാൻ പറ്റും. ഇത്തിരി സ്പേസ് കുറവാണ്. മറ്റുള്ള വണ്ടിക്ക് നല്ല സ്പേസ് ഉണ്ട്. ആപ്പയ്ക്കൊക്കെ ഇച്ചിരി കൂടി വലിപ്പം അത് കണ്ടില്ല. അതന്നെ, അതിനൊക്കെ ഇച്ചിരി വലിപ്പവും കാര്യങ്ങളൊക്കെ ആൾക്കാർ ലഗേജ് ബാക്കിൽ വെക്കാനുള്ള സൗകര്യം വെക്കാനുള്ള അത്രയും സൗകര്യം ഇല്ല. എന്നാലും സാധാരണ രീതിയിൽ പോകാൻ പറ്റും. ഇപ്പൊ ഈ ചേട്ടൻ ഇപ്പൊ വണ്ടിയിൽ ഫാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചാൽ ഫാൻ ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം ചാർജ് പോകും. അപ്പൊ അവര് പറഞ്ഞ ചാർജ് ഉപയോഗിച്ചു കുഴപ്പമില്ല എന്നുള്ള രീതിയില്ല. ഇതിൽ മൊത്തം 2 ബാറ്ററിയാണ്. ഒരു ചെറിയ ബാറ്ററി, ഒരു വലിയ ബാറ്ററിയാണ്. ആ ചെറിയ ബാറ്ററിയിലാണ് നമ്മളെ സ്റ്റാർട്ടിങ്ങും മീറ്റർ വർക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണത്. വണ്ടി ഓട്ടത്തിൽ കൊടുക്കണതാണ് വലിയ ബാറ്ററി. ഓക്കെ. അപ്പൊ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ് എന്റെ പഴയ വണ്ടിയിൽ ഞാൻ വെച്ച ഫാൻ തൽക്കാലം എടുത്ത് വെച്ചാൽ കടയും ചൂട് വരുന്ന സമയത്ത് ഒന്ന് പതുക്കെ ഇടും, അപ്പൊ തന്നെ ഓഫാക്കും. എന്നാലും ഇപ്പോ അത് ഉപയോഗിച്ചാലും ചാർജിങ്ങിന്റെ വലിയ ഇതുവരെ അങ്ങനെ ഡ്രോപ്പിംഗ് ഒന്നും വന്നിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയേണ്ട ഈ ചാർജിങ്ങിന്റെ പ്രശ്നമാണ്. ഇപ്പൊ എങ്ങനെ ബൈക്ക് വല്ല നമ്മൾ നിന്ന് പോയി കഴിഞ്ഞാൽ ചാർജ് നമുക്ക് ഈ പോയിന്റ് ഉണ്ട്. ഇപ്പൊ 2 കട്ടയുള്ളൂ ഇനി. ഓക്കെ. മൊത്തം 5 കട്ടയാണ്. 3 കട്ട തീർന്നു. ഈ 3 കട്ട തീർന്നതിന് ശേഷം നമുക്ക് എത്ര കിലോമീറ്റർ ബാക്കിയുണ്ട് കൂടുതൽ എനിക്ക് കാണാൻ പറ്റണില്ല. അതായത് ഇപ്പൊ 2 കട്ടേ ഉള്ളൂ ചേട്ടൻ. അപ്പൊ 54 കിലോമീറ്റർ അവിടെ കാണിക്കുന്നത്. 54 എന്ന് പറയാൻ നേരത്തിന് 14 പോയാൽ ഒരു 30 കിലോമീറ്റർ കിട്ടും. അതിന് ഞാനിപ്പോ ഒരു 1400 രൂപ ഓടി കഴിഞ്ഞു. ഓൾറെഡി ഓടിക്കഴിഞ്ഞു. അപ്പൊ എങ്ങനെ പോയാലും ഒരു 1600 രൂപ ചാർജിൽ ഫുൾ ചാർജിൽ കിട്ടും. നമുക്ക് മുടക്കുമ്പോൾ തന്നെ 100 രൂപ. 100 രൂപ. അപ്പൊ എന്തായാലും ലാഭമാണ്. അത്രയും ലാഭം. ഓടിച്ചാലും സുഖം, യാത്ര സുഖം, യാത്രക്കാർക്ക്. ഇതിനിപ്പോ ലൈസൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതൊക്കെ തന്നെ പോലെ. ഇപ്പൊ 3 വീലർ ലൈസൻസ് മതി. സെപ്പറേറ്റ് ഓട്ടോക്ക് ലൈസൻസ് ഇല്ല. വേറെ എന്തെങ്കിലും ഇതുണ്ട്? അഡീഷണൽ ആയിട്ടൊന്നുമില്ല.
ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ഓട്ടോ മേടിക്കാൻ പോകുന്നതും ഇത് മേടിക്കാൻ പോകുന്നതും അഡീഷണൽ ആയിട്ട് വേറെ ഒന്നുമില്ല. 3 വീലറിന്റെ അല്ലെങ്കിൽ 4 വീലറിന്റെ ലൈസൻസ് മതി, സാധാരണ മതി ഓടിക്കാനായിട്ട് അല്ലെ. പിന്നെ വേറെ ചേട്ടി ഇപ്പൊ ഇലക്ട്രിക് ആയതുകൊണ്ട് വേറെ വല്ല പെർമിഷൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അവര് പറയണത് ഓൾ കേരള പെർമിറ്റ് എന്നാ. എന്നാലും എറണാകുളം സിറ്റിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഓടാം. എറണാകുളം സിറ്റിയിൽ അവര് പറഞ്ഞ ഓൾ കേരള പറഞ്ഞേക്കണത്, പെർമിറ്റ് ഇല്ല ഈ വണ്ടിക്ക്. RC-ൽ നമ്മൾ ഇത് ചെയ്തേക്കണേ. ഓൾ കേരളയിൽ ഓടാന്നുള്ളതാണ് അവരുടെ റൂള്. അപ്പൊ ഞാൻ എറണാകുളത്ത് ഓടിക്കൊണ്ടിരുന്നപ്പോ ഒരു പാർട്ടി വന്നിട്ടും പറഞ്ഞു, ചേട്ടാ ഇത് ഓൾ കേരള ഒന്നും അല്ല കേട്ടാ, അങ്ങനെ എറണാകുളം സിറ്റിയിൽ ഞാൻ ഓടണം, എറണാകുളം സിറ്റിയിൽ തന്നെ ഞാൻ വണ്ടി ഓടിക്കും. അതായത് മറ്റുള്ളവരിപ്പോ അവരുടെയൊക്കെ സ്റ്റാൻഡിലൊക്കെ എല്ലാ നേരത്ത് ചില പ്രശ്നങ്ങളൊക്കെ വരും. അത് പക്ഷെ അത് ഈ ഓട്ടോ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റു ഓട്ടോ ആണെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ വരില്ലേ? മറ്റേ ഓട്ടോ ആണെങ്കിലും പ്രശ്നം വരും. അതായത് ഒരു സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു വണ്ടി വരാൻ നേരത്ത് ഞങ്ങളിവിടെ ഓടിക്കൊണ്ടിരിക്കണം, അതിനെപ്പറ്റി അറിയാൻ പാടില്ലാത്ത പുതിയ വണ്ടിക്കാരൊക്കെ ആണെങ്കിൽ അതിനെപ്പറ്റി തർക്കിക്കുകയല്ല. അതേസമയം ഞാനൊക്കെ ആണെങ്കിൽ വർഷങ്ങളായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മള് അവർക്ക് പറഞ്ഞ വ്യക്തികൾക്ക് കണ്ട അതിന് സിറ്റി പെർമിറ്റ് ഇല്ല. നമ്മൾ എറണാകുളത്ത് ഓടുന്ന സിറ്റി പെർമിറ്റ് വേണം. പറഞ്ഞു മനസ്സിലായി? ആ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോ തന്നെ ഒന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ട്രാഫിക്കിൽ നിന്ന് ആൾ വന്നിട്ട് വണ്ടി നമ്പറും ഇതും അയച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ പെർമിറ്റ് വാല്യുവേഷൻ എന്ന് പറഞ്ഞ് 3000 രൂപ വരും. അത് അറിയാൻ പാടാത്തവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ഇതിന്റെ എന്താണ് ഏതാണെന്നുള്ള എനിക്ക് അറിയാം. അപ്പൊ എന്നോട് തർക്കിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു പണി ഓടണില്ല, ചേട്ടന്റെ നമ്പർ ചേട്ടന്റെ വണ്ടി ഏതാണെന്ന് വെച്ചാൽ വണ്ടി നമ്പർ ഞാൻ ഫോട്ടോ എടുത്തിട്ട് നേരെ ട്രാഫിക് സ്റ്റേഷനിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എറണാകുളം സിറ്റിയിൽ എന്റെ ഇലക്ട്രിക് ഓട്ടോയാണ്, എനിക്ക് എവിടെ ഓടാനുള്ള ഇതുണ്ട്, പെർമിറ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്നെ ഇങ്ങനെ കുറച്ച് ചെയ്ത് ഓടിക്കുന്നും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ല, അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പൊ തുടക്കക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണ്ടെങ്കിൽ ഇപ്പൊ അവർക്കാണെങ്കിലും ഇതേപോലെ ബന്ധപ്പെട്ടാൽ മതി. മീൻസ് ഇതിന്റെ ആൾക്കാർ ആരാണ് ഇപ്പൊ ഈ ഓട്ടോസ് ഇങ്ങനത്തെ തർക്കങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ എവിടെ പോയി ട്രാഫിക് സ്റ്റേഷൻ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അവിടെ പറഞ്ഞാൽ അവർ അതിനുള്ള കാര്യങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ കൊടുക്കണം. ഇന്ന പോലെ ഇന്ന സമയത്ത് ഇന്ന വണ്ടി ഇന്നപോലെ ഓടിക്കാൻ സമ്മതിക്കണം നമുക്ക്, ഇങ്ങനെ കാര്യങ്ങൾ പ്രശ്നങ്ങളോ കൂടിയ മോഡൽ അങ്ങനെ വല്ലതുണ്ട്? ഇപ്പൊ റേഞ്ച് കൂടിയ മോഡൽ അങ്ങനെ പിന്നെ പ്രൈവറ്റ് മറ്റേ സാധനങ്ങൾ എടുക്കണതും ഉണ്ട്. മറ്റേ ആ പിക്കപ്പ് പോലത്തെ ഞാനിപ്പോ അതും കണ്ടു തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുറത്തത്തെ ചാർജിങ്ങിന്റെ ആയിട്ടുണ്ടോ? എല്ലാ പോസ്റ്റിലും മിക്ക പോസ്റ്റിലും. അതായത് ഇപ്പൊ KSUB നോർമൽ പോസ്റ്റിലൊക്കെ ഇത് ചാർജ് ചെയ്യാം. സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അവര്, ഓട്ടോക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മുണ്ടമ്പേല് പരിപേക്ഷന്റെ അവിടെ ആയിട്ടുണ്ട്, കേരളത്തിന്റെ അവിടെ ഉണ്ട്, പിന്നെ നടക്കെ പോലീസ് സ്റ്റേഷന്റെ അവിടെ ഉണ്ട്. സിറ്റിയിൽ എന്തായാലും ഉണ്ടാവില്ല. ശരിയേട്ടാ, താങ്ക്സ്. ചേട്ടന്റെ പേരെന്തായാലും ജേക്കബ് എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ ചേട്ടൻ കൊച്ചിയിലാണ് ഓടുന്നത് മാത്രമല്ല അത്യാവശ്യം ഒരു 3-4 വണ്ടികളുടെ ഓണറും കൂടിയാണ്. അപ്പൊ ശരിയേട്ടാ, ഓക്കെ, താങ്ക്സ്.